എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിന്ദു രാജേഷ്. ഞാൻ മുമ്പ് കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങളൊക്കെ അതൊക്കെ പരീക്ഷിച്ച് നോക്കി ആനന്ദ തുന്തുലിതരായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ആ ടിപ്സിൻ്റെ വീഡിയോ ഇട്ടപ്പം കുഞ്ഞമ്മാവൻ ചോദിച്ചിരുന്നു കാലിൽ ആണി കളയാനായിട്ട് എന്തെങ്കിലും ടിപ്പുണ്ടോയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ശക്തിയുള്ളൊരു കാന്തം എടുത്തിട്ട് ആണികൾ കാലിൻ്റെ അടുത്ത് പിടിക്കുക. അപ്പോൾ ആണികളൊക്കെ കാന്തത്താൽ ആകർഷിക്കപ്പെട്ട് കാന്തത്തിൽ വന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ പിറക്കി കളയാമെന്ന്. കുഞ്ഞുമാനൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കറിയാം ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് ഇതിനുള്ള പ്രതിഫലം കിട്ടുന്നതായിരിക്കുന്നു. അപ്പോൾ ഞാൻ ആ സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്ന് ആലോചിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുപോലെയൊക്കെ ചില സന്ദർഭങ്ങളിൽ ചില അങ്ങനെ നിന്ന് ഊരിപ്പോരാനായിട്ട് ചില സൂത്രപ്പണികളൊക്കെ ചെയ്യൂലേ, ചില ഞൊടുക്ക് വിദ്യകൾ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചില ഞൊടുക്ക് വിദ്യകളെക്കുറിച്ച് പറയാമെന്ന് വെച്ചു. എല്ലാമല്ല ഒരെണ്ണം. എല്ലാം കൂടി പറഞ്ഞാൽ നിങ്ങൾ താങ്ങില്ല, നിങ്ങളുടെ അഭിനന്ദനങ്ങൾ ഞാനും താങ്ങില്ല. അപ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും ആരോഗ്യം മാനിച്ച് ഇപ്പോൾ ഒരെണ്ണം പറയാം. അത് കുട്ടിക്കാലം തൊട്ട് ഞാനിങ്ങനെ കേട്ടിട്ടുള്ളതാണ്, കടുക് താഴെ വീണിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വഴക്കുണ്ടാവുമെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കടുക്കാച്ച സാധനം താഴെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങോട്ട് ഉരുണ്ട് പോകുന്നു കടുകിനും അറിയില്ല, തറയ്ക്കും അറിയില്ല, നമുക്കും അറിയില്ല, ദൈവം തമ്പുരാനും അറിയില്ല. അപ്പോൾ ഇത് തോന്നുന്ന വഴിക്കൊക്കെ പോകും. തിരിച്ച് വിളിച്ചാലോട്ട് വന്ന് പാത്രത്തിൽ കയറില്ല. നമ്മൾ അടിച്ചു വരാന്ന് വെച്ചാൽ ഇങ്ങോട്ടടിച്ച് അങ്ങോട്ടും അങ്ങോട്ടടിച്ച് ഇങ്ങോട്ട് പോകും. അങ്ങനെയൊക്കെ മൊത്തം പ്രശ്നങ്ങളാണ്. നമുക്ക് ആകെ ദേഷ്യം ഇതൊക്കെ വരും. നമ്മളടുത്ത് നിൽക്കണ ഭർത്താവിനെയോ ഭാര്യയോ അമ്മയോ മക്കളെയോ ആരെങ്കിലുമൊക്കെ ചീത്ത പറയും. ആരും ഇല്ലെങ്കിൽ ആട്ടുകല്ലിനെ അമ്മിക്കല്ലിനെയൊക്കെ ചീത്ത പറഞ്ഞെന്ന് വരാം. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഈ കാരണവന്മാരിങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിടാൻ വേണ്ടിയൊക്കെ പറഞ്ഞേക്കണതായിരിക്കാം. എന്തായാലും ഞാൻ വളരെ ശ്രദ്ധിച്ച് ഈ കടുകൊക്കെ കൈകാര്യം ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഭർതൃഗ്രഹത്തിൽ അച്ഛനും അമ്മയും ഞാനും മാത്രമല്ലേ. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരിക്കൽ ഞാൻ കടുക് ഇങ്ങനെ പാത്രത്തിലേക്ക് ഇങ്ങനെ പാക്കറ്റ് പൊടിച്ച് പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അന്തരാളങ്ങളിൽ ചില ചിന്തകളുടെ പഞ്ചാരിമേളം നടക്കുകയും എൻ്റെ ശ്രദ്ധ ഒന്ന് പതറിപ്പോവുകയും ചെയ്തു. അപ്പോൾ കുറച്ച് കടുക് താഴെ പോയി. അപ്പം ഞാൻ വിചാരിച്ചു വഴക്കുണ്ടാകും. പൊതുവേ ഞാൻ അങ്ങനെ വഴക്കുണ്ടാക്കാൻ താല്പര്യമുള്ള ആളല്ല. വഴക്ക് കേൾക്കാനും എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് സങ്കടമാണ്. പക്ഷേ കടുകിന് നമ്മളായിട്ട് അച്ഛനും എന്തെങ്കിലും ചീത്ത പറയാറൊന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ വെറുതെ ഈ കടുകിനൊരു ചാൻസ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ആലോചിച്ചു എന്താ ചെയ്യേണ്ടത്, എന്തെങ്കിലും ഒരു. അപ്പോൾ എനിക്കൊരു സൂത്രപ്പണി, ഒരു ബൾബ് കത്തി ഞാൻ സിറ്റ് ഔട്ടിലേക്ക് ചെന്നു. അപ്പോൾ അച്ഛൻ കുറച്ച് ജ്യോതിഷമൊക്കെ അറിയാവുന്ന ആളാണ്. അച്ഛൻ അവിടെ ഇരുന്ന് ബുധനെ ശുക്രനെയൊക്കെ എവിടെയൊക്കെയോ കൊണ്ട് നിർത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ കഴിഞ്ഞ ദിവസത്തെ എന്തോരം സാമ്പാറാണ് അവിടെ ഇരിക്കണേ, ഇനി കളയണം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞു, ഞാനത് പറയാനൊരു കാരണമുണ്ട്. അച്ഛൻ എപ്പോഴും പരാതി പറയണതാണ് അമ്മയ്ക്ക് ഒന്നും ഇങ്ങനെ കുറച്ചായിട്ട് ഉണ്ടാക്കാൻ അറിയില്ല, എല്ലാം ഇങ്ങനെ കുറേ ഉണ്ടാക്കും എന്നിട്ട് വെറുതെ വേസ്റ്റാക്കി കളയുന്നു. അപ്പം ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോളെ, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, വെറുതെ ഇങ്ങനെ ഉണ്ടാക്കും എന്നിട്ട് കൊണ്ട് കളയും, നോക്കിക്കോ ഇനി അതാ തെങ്ങ് തടത്തി കാണാം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അമ്മ ഇതെവിടെയോ നിന്ന് കേട്ടു. അല്ലെങ്കിൽ അമ്മ ദേ ഇവിടെ നിന്നാലും നമ്മൾ അമ്മേ അമ്മേ എന്ന് വിളിച്ച പോലും അമ്മ കേൾക്കില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീടിൻ്റെ ഏത് മൂല നിന്നാലും അമ്മ കേൾക്കും. അമ്മ അവിടെ നിന്ന് ഓടി വന്നു, എന്തീ പറയണത് കറക്റ്റ് എല്ലാവർക്കും അളന്നെടുത്ത് ഉണ്ടാക്കാൻ പറ്റും, ഉണ്ടാക്കുമ്പോൾ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടിയിരിക്കും, അത് അങ്ങനെയാണോ, നിങ്ങളൊക്കെ കഴിക്കണം ഒരുപോലെയാണ് എല്ലാ ദിവസവും, ഇന്നലെ അത് കഴിച്ചിരുന്നെങ്കിൽ ഇത്രയും ബാക്കി വരുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ അമ്മ പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, എന്നാലും ഇത്രയും വർഷമായിട്ട് ഉണ്ടാക്കണതല്ലേ, ഒരു കണക്കൊക്കെ ഇല്ലേ, കുറച്ച് മയത്തിലൊക്കെ ഉണ്ടാക്കിക്കൂടെ, കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, ഇത്രയാക്കിയിട്ട് വെറുതെ കൂടെ കളയണോ എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പം അമ്മ തിരിച്ചു പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ കുറച്ച് തർക്കമൊക്കെ ആയപ്പോൾ എൻ്റെ റോള് ഭംഗിയായി നിർവഹിച്ച് ഞാൻ പതുക്കെ അടുക്കളയിലേക്ക് വലിഞ്ഞു. അപ്പം ഞാൻ അവിടെ ചെന്ന് ബാക്കി പരിപാടികളൊക്കെ വരുമ്പോൾ അച്ഛനും അമ്മയും അവിടെ കുറച്ച് നേരം തർക്കിച്ച് കഴിഞ്ഞ് പതിവ് പോലെ അമ്മയടുത്ത് തർക്കിച്ച് ജയിക്കാൻ പറ്റില്ല എന്നറിയാവുന്ന അച്ഛൻ പറഞ്ഞു, രമണി എടുത്ത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഈ ബുധനെ ശുക്രനെയും കൊണ്ട് വ്യാഴത്തിൻ്റെ അടുത്ത് നിർത്താൻ പോയി. അപ്പം അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വരുമ്പോൾ വരുന്ന വഴി പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്, നീ എനിക്കിട്ട് പണി തന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് അമ്മയെ ഉഷ്ടിച്ചില്ലേ എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞു തുടങ്ങി. അമ്മ അങ്ങനെയാണ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ പറയുമ്പോൾ വേറൊരു കാര്യത്തിലേക്ക് ഇങ്ങനെ ശ്രദ്ധ തിരിച്ചു വിട്ട് അമ്മ അതിലേക്ക് പൊക്കോളും, പിന്നെ ഇത് വിട്ടോളും. അപ്പം അങ്ങനെ അമ്മ വേഗം ഉഷ്ടിച്ചിയുടെ കാര്യം, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉഷ്ടിച്ചിയുടെ കാര്യം വിശേഷമൊക്കെ പറഞ്ഞിരിക്കുക. അങ്ങനെ ഈ കടുകിൻ്റെ വഴക്കെഫക്റ്റും തീർന്നു, ഞാൻ സൂത്രത്തിൽ രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇത് നിങ്ങൾക്കൊക്കെ പരീക്ഷിക്കാവുന്നതാണ്. പക്ഷേ വീട്ടിൽ സാഹചര്യം ആൾക്കാരെയൊക്കെ നോക്കിയിട്ട് വേണം. എൻ്റെ ഞൊടുക്ക് വിദ്യയൊക്കെ പരീക്ഷിച്ചിട്ട് എൻ്റെ അടുത്ത് ഉടക്കാൻ വരരുത്. അറിയാമല്ലോ, ഞാൻ പറവൂരെ അപ്പാവും കുട്ടിയാണ്. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള വിദ്യകളുമായി വരാം. അതുവരേക്കും
എല്ലാവർക്കും നന്ദി, നമസ്കാരം.